യെസ്, ഇതിന്റെ കസ്റ്റമർ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് 3 രീതിയിൽ നമുക്ക് ഇതിന്റെ കസ്റ്റമർ ആവാം. ഒന്നാമത്തെ രീതി, ജസ്റ്റ് ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമുക്ക് വരാം. അതായത് നിങ്ങളെ കണക്ട് ചെയ്ത ആൾക്കാർ അവര് അയക്കുന്ന ഒരു ലിങ്ക് വഴി ജസ്റ്റ് പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ഒരു കസ്റ്റമർ ആവാം. ഒരു 10,000 രൂപ കമ്പനി നിങ്ങൾക്ക് റെഡീം വാലറ്റ് എന്ന് പറയുന്ന ഒരു വാലറ്റിൽ കമ്പനി തരുന്നുണ്ട്. ഇത് ക്യാഷ് ആയിട്ട് എടുക്കാനൊന്നും പറ്റൂല. ഈ 10,000 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടൈപ്പുള്ള ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് റെഡീം ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ചെലവിൽ നിന്ന് ഒരു 10,000 രൂപ വരെ നമുക്ക് കുറഞ്ഞു കിട്ടാനുള്ള ഒരു അവസരം. അടുത്തതിന്റെ ഒരു പ്രിവിലേജ് കസ്റ്റമർ ആയിട്ട് വരാം. അപ്പൊ നിങ്ങളെ റെഡീം വാലറ്റ് 30,000ത്തിലേക്ക് മാറും. ഇനി ഒരു പ്രീമിയം കസ്റ്റമർ ആയിട്ട് വരാം. നിങ്ങളെ റെഡീം വാലറ്റ് 1,00,000ത്തിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ ഭാവിയിലുള്ള ചെലവിൽ നിന്ന് 1,00,000 രൂപ വരെ നമുക്ക് കുറഞ്ഞു കിട്ടാനുള്ള ഒരു അവസരവും കൂടിയാണ് ഈ ഒരു, നമുക്കിങ്ങനെ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഒരു കസ്റ്റമർ ആയിട്ട് വരാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു ചോദ്യം ഉണ്ടാവും, ഈ ഒരു കസ്റ്റമർക്ക് ഇത്രയും പൈസ റെഡീം വാലറ്റിൽ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാവും. യെസ്, നമ്മളെ ഷോപ്പും നമ്മുടെ കമ്പനിയും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാവും. അതായത് ഷോപ്പുകാർക്ക് ഇത്രയും ബെനിഫിറ്റുകൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമർ പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് ആരെ കൊടുക്കണം? പ്രോഫിറ്റിന്റെ ഒരു വിഹിതം കമ്പനിയിലേക്ക് അവർ ചെയ്യണം. അപ്പൊ നമ്മളൊരു 10,000 രൂപയുടെ ഒക്കെ ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു 10% ആണെങ്കിൽ ഒരു 1,000 രൂപ കമ്പനിക്ക് ഉണ്ടാവും. അതായത് 10 റിവാർഡ് പോയിന്റ് എന്ന് വേണേൽ പറയാം. ഒരു 10 റിവാർഡ് പോയിന്റിന്റെ ഒരു പർച്ചേസ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു പോയിന്റിന് 40 രൂപ വെച്ചിട്ട് നമുക്ക് കസ്റ്റമർക്ക് അത് റെഡീം ചെയ്തെടുക്കാം. അപ്പൊ ഒരു 10 പോയിന്റിന്റെ ഒരു പർച്ചേസ് എടുക്കുമ്പോൾ 1,000 രൂപ കമ്പനി കിട്ടുമ്പോൾ 400 രൂപ ആരൊക്കെ കൊടുക്കുന്നുണ്ട്? സ്പോട്ടിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത ഒരു 19 ലെവലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 19 സ്പോൺസർമാരിലേക്ക് ഒരു 19% കൊടുക്കുന്നുണ്ട്. അപ്പൊ 190 രൂപ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഷോപ്പ് ടൈപ്പ് ചെയ്യുന്ന വ്യക്തിക്ക്, നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളാണ് ഷോപ്പ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ആ ടൈപ്പ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു പോയിന്റിന് 5 രൂപ എന്നുള്ള കണക്കിന് ആ ഷോപ്പിൽ നിന്ന് നടക്കുന്ന പർച്ചേസിന് 5 രൂപ വെച്ച് ആ ഷോപ്പ് ടൈപ്പ് ഉള്ളവർക്ക് കൊടുക്കും. അപ്പം 10 പോയിന്റിന്റെ ഒരു പർച്ചേസ് നടക്കുമ്പോൾ 50 പോയിന്റ് അങ്ങനെ പോകും. പിന്നെ റൈഡർ റാങ്ക്, നിങ്ങൾ പ്രിവിലേജ് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ റാങ്കുകൾ കമ്പനി തരുന്നുണ്ട്. അപ്പോൾ റൈഡർ എന്ന് പറയുന്ന 3ാമത്തെ റാങ്കിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് 2% കിട്ടുന്നുണ്ട്. പിന്നെ ഡ്രീമർ എന്ന് പറയുന്ന റാങ്കിൽ എത്തുമ്പോൾ ഒരു 2% കൂടി. സ്പാർട്ടൻ എന്ന റാങ്കിൽ എത്തുമ്പോൾ 1% കിട്ടുന്നുണ്ട്. ക്യാപ്റ്റൻ എന്ന റാങ്കിൽ എത്തുമ്പോൾ 1% കിട്ടുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളൊരു ക്യാപ്റ്റൻ ഒക്കെ റാങ്കിലൊക്കെ എത്തുന്ന ഒരാളാണെങ്കിൽ ക്യാപ്റ്റന്റെ വിഹിതം കിട്ടുന്നുണ്ട്, സ്പാർട്ടന്റെ വിഹിതം കിട്ടുന്നുണ്ട്, ഡ്രീമറെ കിട്ടും, റൈഡറെ കിട്ടും. ഇങ്ങനെ A to Z എല്ലാ റാങ്കുകളും നമുക്ക് വിഹിതം എടുക്കാൻ പറ്റുന്ന ഒരു അവസരം. അപ്പം 10,000 രൂപ പർച്ചേസ് അടക്കുമ്പോൾ 1,000 രൂപ കമ്പനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 700 രൂപയോളം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം. ഇങ്ങനെയാണ് നമുക്ക് ഈ റെഡീം വാലറ്റ് കമ്പനി തരുന്നത്. അല്ലാതെ കമ്പനിയുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് നമുക്ക് തരുന്നതല്ല. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിലേക്കുള്ള പ്രിവിലേജ് കസ്റ്റമറെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 13 തരത്തിലുള്ള വരുമാനം കമ്പനി തരുന്നുണ്ട്. അത് റെഡീം വാലറ്റ് ഒന്നല്ല, ഡയറക്റ്റ് ക്യാഷ് ആയിട്ടാണ് നമുക്ക് തരുന്നത്. ഇപ്പൊ സ്മാർട്ട് ഇ ഷോപ്പിന്റെ 4 തരത്തിലുള്ള വരുമാനം ഉണ്ട്. ഫസ്റ്റ് പർച്ചേസിങ്, അതായത് നമ്മളെ പ്രിവിലേജ് കസ്റ്റമർ ആകുമ്പോൾ കമ്പനി ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾ ഉൾപ്പെടെയുള്ള പ്രൊഡക്റ്റിൽ നിന്ന് ഒരു പർച്ചേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രിവിലേജ് കസ്റ്റമറിലേക്കും പ്രീമിയം കസ്റ്റമറിലേക്കും വരേണ്ടത്. അങ്ങനെ ഫസ്റ്റ് പർച്ചേസ് അവർ ചെയ്യുമ്പോൾ 3 തരത്തിലുള്ള വരുമാനം ഉണ്ട്. ഇനി നമ്മളെ പ്രോഡക്റ്റുകൾ, നിരവധി റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന നിരവധി പ്രോഡക്റ്റുകൾ ഉണ്ട്. ഈ പ്രോഡക്റ്റുകൾ രണ്ടാമത് പർച്ചേസ് ചെയ്യുമ്പോൾ 6 ടൈപ്പ് ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ടോട്ടൽ 13 തരത്തിലുള്ള വരുമാനം എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനി നമുക്ക് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾ ഇതൊന്നും നോക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഈ കസ്റ്റമറെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 13 ഇൻകം എവിടെ കയറിക്കോളും? നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറിക്കോളും. സിമ്പിൾ ആയിട്ട് ഒരു സിസ്റ്റം. ഇത്രയാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ്. ഇനി ഈ ഒരു ബിസിനസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, 0 ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം, ഏതൊരു ബിസിനസ് തുടങ്ങണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റിസ്ക്കും ഇല്ല. നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ഈ ബിസിനസ് ചെയ്യാം. നിങ്ങൾ ഏത് ജോലിയുടെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ബിസിനസ് കൊണ്ടുപോകാം. ഫാമിലി ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്.
പിന്നെ ടൈം ലിവറേജ് എടുക്കാൻ പറ്റും. നമുക്കറിയാം, നമ്മളൊക്കെ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ പോകുമ്പോൾ 8 മണിക്കൂറോ ഒരു 10 മണിക്കൂറോ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആ ഒരു മണിക്കൂറിന്റെ പൈസ മാത്രമേ നമുക്ക് ഒരു ജോലി എന്നുള്ള രീതിയിൽ കിട്ടുള്ളൂ. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കസ്റ്റമർ, നിരവധി കസ്റ്റമർ അവരുടെ പർച്ചേസ് ചെയ്യുമ്പോൾ, അല്ല അവരുടെ ആവശ്യത്തിന് വേണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്കും കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്. അപ്പൊ അവര് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ വർക്കിംഗ് ടൈം നമ്മുടെ വർക്കിംഗ് ടൈം ആണ്. അപ്പൊ ഇങ്ങനെ നമ്മളെ ടൈമിന്റെ കൂടെ അവരുടെ ടൈമും കൂടി കൂട്ടിയെടുക്കാനുള്ള ഒരു അവസരം ഇവിടെ നമുക്കുണ്ട്.